ആംഡ് ഫോഴ്സിനെ അടക്കം ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം. എന്നാൽ അർജുനെ രക്ഷപ്പെടുത്താനായി സർക്കാർ സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതേസമയം അങ്കോളയിൽ നടന്ന മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ലോറി ഡ്രൈവറെ കണ്ടെത്തുന്നതിൽ കർണാടക സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ച ഓൾ ഇന്ത്യ മോട്ടോഴ്സ് ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ GR ഷൺമുഖപ്പയും രംഗത്തെത്തി. അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം. അതേസമയം അർജുനെ രക്ഷിക്കാൻ കേരള സർക്കാർ എല്ലാ നിലയിലുമുള്ള ഏകോപനം നടത്തുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അർജുനായി മലയാളികൾ ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു, അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിച്ചിരുന്നു. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് കർണാടക സർക്കാർ ചെയ്യുന്നതെന്ന് ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ GR ഷൺമുഖപ്പ പ്രതികരിച്ചു. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳೇ, 16ನೇ ತಾರೀಕು ಅಂಕೋಲಾ ಹತ್ರ ಒಂದು ಗಾಡಿ ಮಣ್ಣು ಕುಸಿದೋಗಿ ಲ್ಯಾಂಡ್ ಸೈಡಲ್ಲಿ ತವಲಾಕೊಂಡಿದೆ. 14ನೇ ತಾರೀಕು ಒಪ್ಕೊಂಡೆ, ನಿಮ್ಗೆ ಗೊತ್ತಾಗಿರಲ್ಲ, ನಮಗೂ ಗೊತ್ತಾಗಿಲ್ಲ. ಲಾರಿ ಬಂದಿದ್ದು ನಿಮ್ಗೆ ಗೊತ್ತಿಲ್ಲ, ಹೋಗಿದ್ರು ಗೊತ್ತಿಲ್ಲ, ಇರಲಿ ಬೇಡ ಅಂತಿಲ್ಲ. 17ನೇ ತಾರೀಕು ಗೊತ್ತಾದ ಮೇಕೆ ಇದ್ರ ತನಕ ಅಲ್ಲಿ ಯಾವನ್ರಿ ಮಿನಿಸ್ಟ್ರು, ಅವನ ಮಿನಿಸ್ಟ್ರ ಏನು ತರಲೆನಾರಿ ರೀ, ಅವನ್ನೆಲ್ಲ ನೀವು ಮಿನಿಸ್ಟ್ರಲ್ಲಿ ಇಟ್ಕೊಂಡಿದ್ರೆ ಕೂಡಲೇ ಅವನ ಮನೆ ಕಳಿಸ್ರಿ. ಆಳ ಹೋಗಿದ್ದು ಲೂಟ್ ಮಾಡ್ಕೊಂಡು ತಿಂಬೋರು ಬಡ್ಡಿ ಮಕ್ಕಳರೆಲ್ಲ ನೀವು ಮಿನಿಸ್ಟ್ರ್ ಇಟ್ಕೊಂಡಿದ್ದೀರಾ. ಮಾನ ಮರ್ಯಾದೆ ಬೇಡವಾ? ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.